ഗുഡ് മോർണിംഗ് ഗായ്സ്. അങ്ങനെ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സാറ്റർഡേ കേട്ടോ, രാവിലെ 6 മണിയാണേ. എൻ്റെ കണ്ണൊന്നും പൊന്തണില്ല, കാരണം പുറത്ത് നല്ല മഴയാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്, എനിക്ക് രാവിലെ ജോലിക്ക് പോകണം, ഹസ്ബൻഡിന് പോകണം. പിന്നെ ഇന്ന് സാറ്റർഡേ ആയാലും മോൾക്കിന്ന് സാപ്പുണ്ട് കേട്ടോ, അപ്പോൾ ആൾക്കും പോകണം. അപ്പം നേരെ ഞാൻ കിച്ചണിലേക്ക് വിട്ടു. നാളികേരം ചെരുകാണ് കേട്ടോ. ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ്. അപ്പം അമ്മ പറഞ്ഞു കുറച്ച് നാളികേരം ചെരുകി തന്നാൽ മതി, ബാക്കിയുള്ള കാര്യം ഞാൻ സെറ്റാക്കിക്കോളാന്ന്. അങ്ങനെ നാളികേരം ചെരുകിയത് അമ്മയ്ക്കും കൊടുത്ത് ഞാൻ വേഗം ഓടാണ് കേട്ടോ പാലെടുക്കാനായിട്ട്. നേരത്തെ പാല് കാച്ചി വെച്ചാലേ അത് ചൂടാറിയിട്ട് അവർക്ക് കുടിച്ച് സ്കൂളിലേക്ക് പോകാൻ പറ്റുള്ളൂ. മഴയൊന്നും നോക്കിയില്ല, ഒറ്റ ഓട്ടം വെച്ച് കൊടുത്തു ഞാൻ. അങ്ങനെ പാലും എടുത്തുകൊണ്ട് ഞാൻ വരാണ് കേട്ടോ, വേഗം കാച്ചണ്ടേ. അത് കഴിഞ്ഞതാ ഇന്നത്തെ രാവിലത്തെ കറിയെന്ന് പറയുന്നത് കടലക്കറിയാണേ. അപ്പം അതിനുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. കടലക്കറിക്കുള്ള ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കടലക്കറിയെല്ലാം വെച്ച് മുറ്റടിക്കാമെന്ന് വിചാരിച്ച് പുറത്ത് വന്നതാണ്. ഇതാ അപ്പം മഴ തീർന്നിട്ടില്ല, മഴ കൂടുതല്ലാതെ അത് കുറയുന്ന ഒരു ലക്ഷണവും കാണാനില്ല. ഇന്നത്തെ മുറ്റടിയുടെ കാര്യത്തിൽ തീരുമാനമായി. അങ്ങനെ നേരെ വന്ന് വീണ്ടും അത് ക്ലീൻ ചെയ്യാണ് കേട്ടോ. ഞാൻ അപ്പം തന്നെ എല്ലാം തുടച്ചിടും. അപ്പോൾ പിന്നെ നമുക്ക് വലിയൊരു പണിഭാരം ഉണ്ടാവില്ലല്ലോ. ആ സമയത്താണ് കേട്ടോ മോളെന്നെ വിളിച്ചത്, എൻ്റെ മുടിയൊന്ന് ഉണക്കി തരാൻ പറഞ്ഞിട്ട്. അപ്പോൾ ആൾക്ക് പോകേണ്ട സമയമായി. അപ്പോൾ ഞാൻ വേഗം അവൾക്ക് ഹെയർ ഡ്രയർ വെച്ച് മുടിയെല്ലാം ഉണക്കി കൊടുത്തു. അപ്പോഴേക്കും ചേട്ടൻ ജിമ്മ് കഴിഞ്ഞെത്തി കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ചേട്ടനുള്ള പ്രോട്ടീൻ പൗഡറാണ്. അപ്പോൾ ആൾക്ക് ഞാനിങ്ങനെ പ്രോട്ടീൻ പൗഡർ ഷെയ്ക്ക് ചെയ്ത് കൊടുക്കും. വന്നു കഴിഞ്ഞാൽ ആൾ എഗ്ഗും പ്രോട്ടീൻ പൗഡറൊക്കെ കഴിക്കും കേട്ടോ. അപ്പോൾ ഞാനത് വേഗം ഷെയ്ക്ക് ചെയ്ത് ഗ്ലാസ്സിൽ ഒഴിച്ച് കൊടുക്കുകയാണേ. പിന്നെ എൻ്റെ സാധാ എല്ലാ ദിവസത്തെയും പോലെ തന്നെ എനിക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു വാരിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. തലേദിവസം എന്നും അടിച്ചു തുടയ്ക്കുന്നതാണ്, എന്നാലും നമുക്ക് രാവിലെ ഒന്ന് അടിച്ചു വാരി ഒന്ന് ക്ലീൻ ചെയ്ത് കാണുമ്പോൾ ഒരു സമാധാനമാണല്ലോ. അതായത് നേരെ ഞാൻ പോയത് കണ്ണൻ്റെ അടുത്തേക്കാണ്. കണ്ണനാണെങ്കിൽ സാറ്റർഡേ ആയത് കാരണം ക്ലാസ്സില്ലല്ലോ, അവൻ മൂടി പുതച്ച ഉറക്കത്തിലാണേ. നല്ല മടിയാണ് എണീക്കാൻ. അമ്മ ഇത്തിരി നേരം കൂടെ എന്ന് പറഞ്ഞ് അവൻ ഇങ്ങനെ കിടക്കുകയാണ്, എണീക്കാൻ മടിയായിട്ടേ. കുറച്ച് നേരം കൂടി അമ്മ എന്ന് പറഞ്ഞ് എന്നെ സോപ്പിടുകയാണ്. പിന്നെ മോളിതാ സ്കൂളിൽ പോകാൻ റെഡി ആയിട്ടോ. ആളിതാ ടൈമായി ബസ് വരുന്നത്. അപ്പം എൻ്റെ അടുത്ത് ബായി പറഞ്ഞുകൊണ്ട് ഓടുക, അല്ലെങ്കിൽ ബസ് പോയാലോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാൻ മോനെതാ എണീപ്പിച്ചു, കുളിപ്പിച്ചു. ഇത്തിരി മടിയുണ്ടായിരുന്നു രാവിലെ എണീക്കാൻ, എന്നാലും ഏറ്റവും ആൾ കുളിച്ചു. പക്ഷേ ഇന്ന് ഇത്തിരി ഒരു സങ്കടം ഉണ്ട് കേട്ടോ. പുട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ്, ആൾക്കത് തീരെ ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്നെ സോപ്പിട്ടുകൊണ്ടിരിക്കുകയാണ്. അമ്മ ഞാനിപ്പോൾ കഴിക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞിട്ട്. അങ്ങനെയിട്ട് ഈ ഉമ്മയൊക്കെ തരുന്നത്. കുളി കഴിഞ്ഞാൽ കണ്ണന് ഏറ്റവും പ്രാധാന്യം അവൻ്റെ മുടിയിലാണ് കേട്ടോ. അതും അവനൊരു താജ്മഹൽ തന്നെ പണിയും. കുറേ ഫ്രണ്ടിലേക്ക് വരും, സൈഡിലേക്ക് വരും. പിന്നെ അതാ കണ്ടില്ലേ, ഇതുപോലെ സ്പൈക്ക് ചെയ്യും. ഒരു 10-20 മിനിറ്റ് അവൻ ഈ മുടിയുമ്മ തന്നെ കുറേ സമയം ചിലവഴിക്കും. എന്നും സ്കൂളിൽ പോകുമ്പോൾ നേരം വയ്ക്കുന്നത് ഈ മുടിയുമ്മ ഇരിട്ടാണ് കേട്ടോ. ഇപ്പം കണ്ടില്ലേ, സെറ്റ്, ആൾ ഹാപ്പി. അതിൻ്റെ ഇടയിൽ അവർക്കുള്ള ഫുഡെല്ലാം കൊടുത്തു കേട്ടോ ഞാൻ. അത് കഴിഞ്ഞതാ ഞാൻ കുളിച്ചു, ഫുഡ് കഴിച്ചു. എനിക്ക് ഓഫീസിലേക്ക് ഇറങ്ങാറായിട്ടോ. 9:30ക്കാണ് ഓഫീസ് ടൈം. ഞാൻ കുറി വരയ്ക്കുക കേട്ടോ. എനിക്ക് കുറി വരയ്ക്കിച്ചില്ലെങ്കിൽ എന്തോ ഒരു കോൺഫിഡൻസ് കുറവാണ്. അപ്പോൾ എന്നും ഡെയിലി ഞാൻ ഓഫീസിൽ പോകുമ്പോൾ കുറിയെല്ലാം വരച്ചിട്ടേ ഞാൻ പോവുള്ളൂ. അങ്ങനെ ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങാണ് കേട്ടോ. ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ ഓഫീസ്. അത് കാരണം എനിക്ക് 2 വീലറിൽ പോയാൽ മതി. അപ്പോൾ എനിക്ക് വീഡിയോ എടുത്തിരുന്നത് കണ്ണനാണ് കേട്ടോ. ഞാനത് കാരണം അവനോട് ബായെല്ലാം പറഞ്ഞ് ഓഫീസിലേക്ക് ഇറങ്ങാണ്. മഴ പെയ്ത കാരണം കൊണ്ട് ഫ്രണ്ടിലും ആ ഫ്രണ്ട് ടൈലിലും ഒക്കെ വഴുക്കലാണ് കേട്ടോ. സൂക്ഷിച്ച് വേണം കിടക്കാനായിട്ട്. അങ്ങനെ ഞാൻ അവനോടും ബായി പറഞ്ഞ് ഓഫീസിലേക്ക് ഇറങ്ങി. നമ്മുടെ ഓഫീസ് എത്തിട്ടോ. ഫസ്റ്റ് ഫ്ലോറിലാണ് ഓഫീസ്. അങ്ങനെ നമ്മുടെ ഓഫീസിൻ്റെ ഫ്രണ്ടിലെത്തി. 9:30 തൊട്ട് ഇനി 5 മണി വരെ എനിക്ക് ഓഫീസ് ടൈമാണ്. അങ്ങനെ എൻ്റെ ഓഫീസ് ടൈം എല്ലാം കഴിഞ്ഞു. 5 മണിക്ക് കഴിഞ്ഞ് ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനി നേരെ പോകുന്നത് ജിമ്മിലേക്കാണ്. ഒരു 7 മണി വരെ ഞാൻ ജിമ്മിലായിരിക്കും കേട്ടോ. നമ്മുടെ ജിം എത്തി. ഞാൻ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും 3rd ഫ്ലോറിലാണ് കേട്ടോ നമ്മുടെ ജിമ്മ്. വോൾട്രോൺ ഇൻ്റർനാഷണൽ ഇരിഞ്ഞാലക്കുടയാണ്. MCP സൂപ്പർ മാർക്കറ്റിൻ്റെ ഓപ്പോസിറ്റാണ്. അങ്ങനെ ഞാൻ ജിമ്മിലെത്തി. ഇത് നമുക്ക് വെയ്റ്റ് ട്രെയിനിങ് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. വെയ്റ്റ് ട്രെയിനിങ് എല്ലാം ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ്. പിന്നെ എനിക്കിന്ന് ലെഗ് ഡേ ആണ്. അത് കാരണം കൊണ്ട് ഞാൻ എൻ്റെ വാമപ്പ് ചെയ്യാണ്. സ്ക്വാട്ട് ജമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം അപ്പുറത്ത് പോയിട്ട് എനിക്ക് വെയ്റ്റ് ട്രെയിനിങ് ലെഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ നമ്മുടെ മെഷീൻസാണ് കേട്ടോ വർക്കൗട്ട് ചെയ്യാനുള്ളത്. അത് കഴിഞ്ഞാൽ നേരെ ഇവിടെയാണ് കേട്ടോ ഞങ്ങൾ കാർഡിയോ ചെയ്യുക. ഇവിടുത്തെ കാർഡിയോ കഴിഞ്ഞിട്ട് നേരെ അപ്പുറത്ത് വെയ്റ്റ് ട്രെയിനിങ്ങിന് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ജിമ്മെല്ലാം കഴിഞ്ഞ് മോൾക്കൊരു ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് മോളെ എടുത്തുകൊണ്ട് ഞങ്ങൾ പോവാണ് കേട്ടോ പൊറോട്ട മേടിക്കാൻ. ഇന്ന് വീട്ടിൽ ചിക്കൻ കറിയാണേ. അപ്പോൾ പൊറോട്ട മേടിക്കുകയാണ്. അപ്പോൾ അവിടെ വെയിറ്റിങ്ങിലാണ്. 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമുക്ക് പൊറോട്ട കയ്യിൽ കിട്ടിയത് കേട്ടോ.
അതും കൊണ്ട് ഞങ്ങളങ്ങനെ പോവുകയാണേ. അപ്പോൾ ഇന്നത്തെ ഡിന്നർ പൊറോട്ടയാണ് കേട്ടോ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് പിന്നെ കാണാം.